വണ്ടൂരിൽ നിന്ന് ചെറുകുളം ബൈക്ക് മഞ്ചേരി പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടാട്ടോ. ഒരു പാവം ഒരാൾ ഇവിടെ റോഡ് സൈഡിൽ പപ്പടം വെക്കണം. പക്ഷെ അയാൾക്ക് കാലിന് സ്വാധീനമില്ല. ആൾ കേട്ടോ, അയാൾക്ക് കാലിന് സ്വാധീനമില്ല. പക്ഷെ അയാൾ ഇവിടെ മറ്റേ വണ്ടികൾക്കൊക്കെ കജ്ജട്ടിയാണ്ടേ പപ്പടം വെക്കുകയാണ്. നിങ്ങളെ പേരെന്താ? നൂറുദ്ദീനോ? എവിടെ പേരാ? പേര ഇവിടെ അടുത്ത് തന്നെ? കുറച്ചുകൂടെ പോയിട്ടല്ലേ? ഇയാൾക്ക് കുറേ കാലം മുന്നേ തന്നെ അങ്ങനെ തന്നെ? ജന്മന അങ്ങനെ തന്നെയാണ് അല്ലേ? ഞാൻ എത്ര നേരം നിൽക്കും മൂപ്പര് ഇവിടെ? നിൽക്കൂല്ലേ? പിടി പോയി മാറ്റി നിങ്ങൾ പാക്കറ്റ് ആക്കത് ഒരാളിവിടെ കൊണ്ടു കൊടുക്കണല്ലേ? എന്നിട്ടത് വെക്കൂലേ? ഇത് കച്ചവടം ഇവിടെ വെക്കൂലേ? ഇത് കച്ചവടം നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പോകൂലേ? ആളുകളൊക്കെ വാങ്ങൂലേ മൂപ്പരെ കണ്ടുകൊണ്ട്? ആണല്ലേ? മരിച്ചാണല്ലേ? ശരിയായിട്ടില്ല. ഇങ്ങനെ കണക്കിലല്ല. പട്ടിന് 10 കടന്നാലും വരെ മനുഷ്യനോട് ഒരു ദിവസം ചോദിച്ചു വാങ്ങൂല. ആ പപ്പടം വിറ്റല്ലാതെ പട്ടിണി കടന്നാൽ ചോദിച്ചാൽ ഇല്ലാന്ന് പറയില്ല. നമുക്കൊന്നും പറയില്ല. കാര്യം അറിയണ. അല്ല, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേ മൂപ്പരെ മൊബൈൽ നമ്പർ ഇതിമ്മ കൊടുക്കാം. ഞാൻ ആരെങ്കിലും മൂപ്പരെ സഹായിക്കുകയാണെങ്കിൽ സഹായിച്ചോട്ടെ. മഞ്ചേരി വണ്ടൂന്ന് ചെറുകുളത്തുനിന്ന് ചെറുകോട്ടുനിന്ന് മഞ്ചേരിക്ക് പോകുമ്പോൾ കുട്ടിപ്പാറ റൂട്ടുമ്മലാണ് മൂപ്പരുണ്ടോ? ശാരങ്കാവ് കഴിഞ്ഞ 1 കിലോമീറ്റർ അല്ലേ? എക്സ്പ്ലോർ ചെയ്യണ്ടല്ലേ? ഒന്നുമല്ല. ഈ പപ്പടൊക്കെ ആരെ കൊണ്ടുവന്നിട്ടുണ്ട്? മൂത്താപ്പാന്റെ മാലേ ഒരുവിടെ കൊണ്ടുവന്ന് തരൂലേ? കൊണ്ടൂലേ? ഇത് വിറ്റിട്ട് വേണം പിന്നെ ഓട്ടോറിക്ഷക്ക് വാടക കൊടുത്തു പോണല്ലേ? ഈ കച്ചവടത്തിന് പോണല്ലേ? ഇത് വിറ്റിട്ട് പോണല്ലേ? മൂപ്പര് കണ്ട വണ്ടിക്കൊക്കെ കജ്ജിട്ടാണ്. പാവാണ്. കുറേ ആൾക്കാർ വാങ്ങും, കുറേ ആൾക്കാർ വാങ്ങൂല്ല. നമ്മളേതായാലും വാങ്ങട്ടോ. നമുക്ക് നിങ്ങൾ വേണമെങ്കിൽ ഒരു 4 5 പപ്പടം കൂടി തന്നോളിയും. കുഴപ്പമില്ല, പപ്പടമല്ലേ? എന്നല്ലെങ്കിൽ നാളെ പെരയിൽ കൊണ്ടാലും ചിലവായിക്കോളും. അവസ്ഥല്ല വാങ്ങണത്. മൂപ്പരെ സഹായിച്ചാന്ന് എത്തിയാണല്ലേ? കണ്ടല്ലേ? ഞങ്ങളവിടെ പോവുകയാണ്. അതിൽ മൂപ്പര് കജ്ജോണ്ട് കാട്ടി. അപ്പം കജ്ജോണ്ട് എന്താ സംഭവം മനസ്സിലായില്ലേ? പിന്നെ ഇങ്ങോട്ട് മടങ്ങി പോകുന്നതാണ്. ഗൂഗിൾ പേ അല്ലേ നിങ്ങൾക്ക്? ഗൂഗിൾ പേ അല്ലേ? പൈസ തരണമെങ്കിൽ പപ്പടം വാങ്ങി പൈസ തരണമെങ്കിൽ എടാ അതിനകത്ത് പൈസ അല്ലേ? പൈസ എത്രയല്ലേ? അതിൽ എത്ര പൈസ അല്ലേ? മൂപ്പര് എല്ലാ വണ്ടിക്കും കജ്ജായിട്ടാണ്. ചില ആളുകൾ നിർത്തണുണ്ട്, ചില ആളുകൾ നിർത്തണില്ല. മടങ്ങിന് വന്നു. വീട് ചോദിച്ചു എന്താ പറഞ്ഞാൽ ഇങ്ങനെയാണ് വീട്ടിലല്ല. ഞാനും പിന്നെ എന്നോട് ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ട്. ഓനും സഹായിക്കൂല. പിന്നെ സഹായിക്കും. ഓൽക്ക് തന്നെ ഓൻ സഹായിക്കേണ്ട ഗതിയാണ്. പക്ഷേ വന്ന ഇയാള് എത്ര പേക്ക് 18 രൂപ പേക്ക് പപ്പടം വന്നു. ഇത് കഴിഞ്ഞ പറ്റി പോലെ ആ പപ്പ മുഴുവൻ വാങ്ങിയാണ് മൂവനെ താങ്ങി വണ്ടി കൊണ്ട് ഇരുത്തി. ഇതിനെ പറ്റി മനസ്സിലാക്കണ ഇല്ല. ഞാൻ മഞ്ചേരി SI ആണ്. മഞ്ചേരി SI വന്നാണ്ടല്ലേ? എല്ലാം കഴിഞ്ഞ് പപ്പടൊക്കെ വാങ്ങിയിട്ട് ഓനെ വണ്ടി കയറ്റി ഇരുത്തിട്ടാ പറയുന്നത് അല്ലേ? അതിലെ മഞ്ചേരി SI പോയപ്പോ പിന്നെ ഇങ്ങോട്ട് മടങ്ങിയെന്നൊക്കെ വണ്ടി പോയപ്പോ കഴിച്ചിട്ട് വണ്ടി പോയി തിരിച്ചു വന്നു. അയാള് സ്കൂളിൽ പ്രസിഡന്റ് ആയിട്ട് കുട്ടികളെ സാധാ വേസല് യൂണിഫോം എല്ലാം വന്നു അല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞല്ലേ? ഞാൻ അറിഞ്ഞില്ല കജ്ജാട്ടില്ല. എന്താ കജ്ജാട്ടി എന്താ വെച്ചോ? ഞാൻ SI നിങ്ങൾ
കൈജടിക്കണല്ല പപ്പടം വിറ്റ് ഇതൊരു ജീവിത മാർഗമാണ്. പിന്നെ ആയിക്കോട്ടെ സാറല്ല ആണ് പേരേറ്റുമ്പോ പറയുന്നത് സാറാണ്. ഒരു ദിവസം പേരേറ്റപ്പോ മുപ്പേന്റെ പണി മുപ്പത് വന്നപ്പോ പോയി പറഞ്ഞേ മുപ്പര ഭാര്യന്റെ സംഭവം കിട്ടിയത് 14,000 റുപ്യന്റെ പണിക്ക് കൊടുത്തു. എസ് ഐ കൊടുത്തു. ഇങ്ങോട്ട് മോട് പറഞ്ഞു ഇത് എന്റെ ഞാൻ പോലീസ് തന്നെയല്ല, എന്റെ പൈസ അല്ല, എന്റെ ഭാര്യക്ക് ജോലി കിട്ടിയ ടീച്ചറാണ്, ആ പൈസ പോലീസ് പൈസ തന്നിട്ടില്ല കേട്ടോ. അല്ലാതെ ഇറങ്ങുമ്പോൾ നോക്കിയിട്ട് മുപ്പത് പിന്നെ ഇടക്കടക്ക് പോകുമ്പോ 20 എത്ര ബില്ല് പോലീസ് വാങ്ങിയാണ് പോകും. പോലീസുകാർ വന്ന് വാങ്ങി പോകൂലേ? ആ പോലീസുകാർ വരാണ്. എസ് ഐ മഞ്ചേരി എസ് ഐ വന്നല്ലേ? മനുഷ്യന്മാര് മനുഷ്യന്മാര് ഏത് മനുഷ്യൻ നല്ല മനുഷ്യന്മാര്. ഞങ്ങളിതിൽ പോകരുത്. ഞങ്ങൾ ഇങ്ങനെ പോയപ്പം ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് മടങ്ങി പോകുന്നതാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴേ മൂപ്പര് മൊബൈൽ നമ്പർ തരും. ഈ മൊബൈൽ നമ്പറിൽ പിന്നെ ആരിലൊക്കെ വിളിച്ച് സഹായിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സഹായങ്ങൾ കിട്ടുവാക്കാരും കേട്ടോ. നമ്മൾ ചെറിയ ഫോൺ അല്ല, ഫോണ് വിളിച്ചാൽ ഇയാളെ കിട്ടിയാൽ മതിയല്ലോ. ഇതിപ്പോൾ അതിങ്ങനെ കാണുമല്ലോ, കുറേ ആളുകൾ കാണും. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇനി അഥവാ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഫോണൊക്കെ വിളിച്ചാണ് സഹായിക്കുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ. ഒരു പപ്പടം ഒരു പേക്ക് വിറ്റില്ലെങ്കിലേ ഒരാൾ ഒന്നും പറയില്ല, മടക്കി പോയാലും ശരി എനിക്കില്ല ഒന്നും കാട്ടൊന്നും പറയില്ല. നല്ല മനസ്സിലായി നിസ്കാരം കാര്യം വളരെ ചിട്ടല്ലാണ്. ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഇങ്ങനെ കച്ചവടം കാട്ടൂലേ പപ്പടം അല്ലേ? പപ്പടം ഇങ്ങനെ കാട്ടി കൊടുക്കൂലേ? ചിലവർ നിർത്തി വാങ്ങൂലേ? ചിലവർ വാങ്ങൂലല്ലേ? നിങ്ങളെ നമ്പർ തരും കേട്ടോ. നിങ്ങളെ നമ്പർ ഞാൻ ഈ വീഡിയോയിലേ നമ്പർ എടുത്തോ. മൂപ്പര നമ്പർ എൻ്റെ ഫോണിൽ സേവ് ചെയ്യും. അത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ഇയാളെ നമ്പർ കൊടുക്കുക. ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ മറ്റേ ഇയാൾക്ക് നോക്കിക്കോ. മൂപ്പര നമ്പർ സേവ് ചെയ്യും കണ്ടോ. മൂപ്പര വണ്ടിക്കാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആരെങ്കിലൊക്കെ വാങ്ങും. ആ നമ്പർ ഞാൻ ഫോണിൽ സേവ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ വണ്ടൂര് വാണിപുരം കാളിയാവിലാണ്. ഞങ്ങൾ വേറെ ആവശ്യത്തിന് പോവുകയാണ് ഇതില്. ഞങ്ങൾ പോട്ടെ ഇനി പിന്നെ എന്തെങ്കിലും വരട്ടോ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. എപ്പോഴേലൊക്കെ പോകുമ്പോൾ ഞാൻ പോകുമ്പോൾ അതിൽ ശ്രദ്ധിക്കണ്ട വേറെ കാര്യം. ഞാൻ പോകുമ്പോഴേ എന്തായാലും ഞങ്ങൾ ശ്രദ്ധിക്കണ്ട് വേറെ കാര്യം കേട്ടോ. ആയിക്കോട്ടെ. നിങ്ങളിങ്ങനെ കച്ചവടം ചെയ്യാണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കും കേട്ടോ. കച്ചവടമായിട്ട് മുന്നോട്ട് പോയി നമ്മളിതിൽ പോവുകയാണെങ്കിൽ എന്തായാലും ഇവിടെ നിർത്തണ്ട് വാങ്ങണ്ട് കേട്ടോ. അത് നമുക്കിത് പോസ്റ്റ് ചെയ്യുമ്പോഴേ എടുക്കാം. ഞങ്ങൾ ഫോട്ടോ ആക്കാം കേട്ടോ. പിന്നെ ഒരു ഇതിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും. വേറൊരു അർജൻറ്റായിട്ട് ഒരു ബൈക്ക് പോവാണ്. കാണുമ്പോ തന്നെ ഇടങ്ങാറല്ലേ? മൂപ്പര് മുട്ടുത്തിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പപ്പടം കജ്ജോളം അതേപോലെ മുട്ടുത്തിയാ നിൽക്കണത്. ഇവിടെ ഇരിക്കാ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ശ്രദ്ധിക്കൂല. ഇരിക്കാൻ കഴിയൂലേ? ഇരിക്കാൻ കഴിയൂലേ? പിന്നെ അങ്ങനെ മുട്ടുത്തിയാണ്ട് നിന്ന് കജ്ജോണ്ട് കാട്ടിയാൽ ആളുകൾ ശ്രദ്ധിക്കണുള്ളൂ. അങ്ങനെയുണ്ട്. ഞങ്ങൾ പോട്ടെട്ടോ. അങ്ങനെ ചെയ്യട്ടോ. ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴേ അതിനിപ്പോൾ നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുക്കട്ടോ. ഞാനേലും വിളിച്ചു കണ്ടൊക്കെ നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ സഹായിച്ചോട്ടോ. ഞാൻ പോട്ടെന്നാട്ടോ. ഓക്കെ. അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ. എന്നാ പോട്ടെട്ടോ. പിന്നെ കാണട്ടോ. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകളായിട്ട് ഇനിയും വരും. വീഡിയോ കാണുന്ന ആളുകളൊക്കെ ലൈക്ക് അടിക്കണ്ട കേട്ടോ. അപ്പോൾ അതിൽ ഇന്നാൾ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ 70,000 ആൾക്കാരൊക്കെ വീഡിയോ കണ്ട്. അതിനൊന്നും ആരും ലൈക്ക് അടിക്കണില്ല. അപ്പോൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ ചെയ്യട്ടോ. ഓക്കെ.